വെരി ടേസ്റ്റി. ഇതിനോട് ചോദിക്കണോ ഇത് ദുബായ് മഴ തണുത്ത വെള്ളത്തിൽ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരവും അതോടൊപ്പം തന്നെ ദുബായിനെ ഇത്രയധികം ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ബുർജ് ഖലീഫയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സാധാരണ രീതിയിൽ മെട്രോയിൽ നമുക്ക് യാത്ര ചെയ്യാം. പക്ഷേ മെട്രോയിൽ യാത്ര ചെയ്തവരൊക്കെ ഒരു പ്രശ്നം നേരിട്ടുണ്ടാവും. ദുബായ് മാള് അല്ലെങ്കിൽ ബുർജ് ഖലീഫ സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഏകദേശം 10-15 മിനിറ്റോളം നടക്കാനുണ്ട് അവിടെ. അതിലും വളരെ ഈസി ആയിട്ട് ഞാൻ ഇന്നത്തെ റൂട്ട് പറഞ്ഞുതരാം. യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ കയറി നമ്മൾ നേരെ എത്തിയത് മാക്സ് മെട്രോ സീ സൈഡ് ബസ് സ്റ്റോപ്പിലേക്കാണ്. ഇവിടെ നിന്ന് ബസ് നമ്പർ 29. അങ്ങനെ ബസ് നമ്പർ 29 എത്തിച്ചേർന്നു. ഇവിടുന്ന് ദുബായ് മാളിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൽ തന്നെ നമുക്ക് എത്തിച്ചേരാം. അതുകൊണ്ട് തന്നെ അധികം നടത്തമൊക്കെ നമുക്ക് ഒഴിവാക്കാം. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഷെയ്ഖ് സയ്യിദ് റോഡിലൂടെയുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ. ലോകത്തിലെ വമ്പൻ മാളുകളുടെ പട്ടികയിൽ ദുബായ് മാളും ഇടം നേടിയിട്ടുണ്ട്. ദുബായ് മാളിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്നത് ബുർജ് ഖലീഫയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കെട്ടിടം അതാണ് ബുർജ് ഖലീഫ. മ്യൂസിയം ഓഫ് ഫ്യൂച്ചറാണ് ഈ കണ്ടത്. അങ്ങനെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറൊക്കെ കഴിഞ്ഞ് ഷെയ്ഖ് സയ്യിദ് റോഡിലൂടെ ഞങ്ങൾ ബുർജ് ഖലീഫേൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വണ്ടികളൊക്കെ നിരത്തിലുണ്ട്. കാരണം ഇന്നൊരു ഇടദിവസം കൂടി ആയിട്ട് കൂടി ഒരുപാട് ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട്. വീക്കെൻഡിലോ അല്ലെങ്കിൽ സൺഡേസിലൊക്കെ നമ്മൾ ബുർജ് ഖലീഫ അല്ലെങ്കിൽ ദുബായ് മാളൊക്കെ കണ്ട് കഴിഞ്ഞാൽ സൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടാവില്ല. കാരണം അത്രയ്ക്ക് തിരക്കാണ് വീക്കെൻഡുകളിൽ. ഈ എസ്കലേറ്റർ നേരെ ചെന്നെത്തുന്നത് എൻട്രൻസിലേക്കാണ്. നമ്മളിനി ദുബായ് മാളിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ 2008 നവംബർ 4 അന്നാണ് ദുബായ് മാള് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തത്. ഒരാഴ്ച ദുബായ് മാളിൽ വിസിറ്റ് ചെയ്യാൻ വരുന്ന വിസിറ്റേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്നറിയോ? 7,50,000. അപ്പം ഒരു വർഷം ഏകദേശം എത്ര വിസിറ്റേഴ്സ് ദുബായ് മാളിൽ വിസിറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. 2012 കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വിസിറ്റ് ചെയ്യുന്ന ഷോപ്പിംഗ് ആൻഡ് ലിഷർ ഡെസ്റ്റിനേഷൻ ദുബായ് മാളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ന്യൂയോർക്ക് സിറ്റിനെ അപേക്ഷിച്ച് 20% കൂടുതൽ ആണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നവരുടെ എണ്ണം. 52 മില്യനാണ് ലോസ് ഏഞ്ചൽസിലും അതുപോലെ തന്നെ ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ വരുന്ന വിസിറ്റേഴ്സിൻ്റെ എണ്ണം. അപ്പം അതിനെ കടത്തി വെട്ടി ദുബായ് മാള് 2012 റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇളം ചൂടുള്ള പുറത്തെ അന്തരീക്ഷത്തിൽ നിന്ന് വളരെ തണുത്ത കാലാവസ്ഥ, അതായത് AC-യുടെ ആ നനുത്ത കാലാവസ്ഥയിലേക്ക് നമ്മൾ ദുബായ് മാളിലേക്ക് കയറിയിരിക്കുകയാണ്. കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ലാർജസ്റ്റ് അക്വേറിയം ദുബായ് മാളിലെ അക്വേറിയം. നമുക്ക് പുറമേ നിന്ന് തന്നെ ഇത് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്ത് മീനിനെ തൊട്ടും തലോടിയും അതോടൊപ്പം തന്നെ വേണമെങ്കിൽ ഡൈവ് ചെയ്തിട്ട് നമുക്ക് മീനുകളുടെ ഒപ്പം നീന്തുകയും ചെയ്യാം. നേരെ വന്നത് വാട്ടർ ഫൗണ്ടനിലേക്കാണ്. അപ്പോൾ ഇന്ന് മ്യൂസിക് എന്താണ് വാട്ടർ ഷോ ഉണ്ട്. അപ്പോൾ അതും കണ്ട് നമുക്ക് ജസ്റ്റ് റൂഫോ വ്യൂ ഒക്കെ കാണാൻ പോകാം. അപ്പോൾ റെഡിയല്ലേ? സുഗന്ധം പരത്തുന്ന അത്തർ ഷോപ്പുകളാണ് ഈ സൈഡിലൊക്കെ കാണുന്നത്.
ദുബായ് മാള് ഉൾപ്പെടുന്ന സ്ഥലത്തിനെ ഡൗൺ ടൗൺ ദുബായ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ദുബായ് മാളിലെ ഷോപ്പുകളുടെ എണ്ണം ഏകദേശം കണക്കെടുക്കുകയാണെങ്കിൽ 1200 റീറ്റെയിൽ ഷോപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ 22 സിനിമ തിയേറ്റേഴ്സ് അല്ലെങ്കിൽ സ്ക്രീൻസ് ഉണ്ട്. അതുപോലെ തന്നെ 120 റെസ്റ്റോറൻറ്റ്സും കഫേസ് ഉണ്ട്. അതുപോലെ തന്നെ 14,000 പാർക്കിംഗ് സ്പേസസ്. ഇനി ഒട്ടും സമയം കളയാനില്ല, ബുർജ് ഖലീഫയും അതോടൊപ്പം തന്നെ വാട്ടർ ഷോയൊക്കെ കാണണം. അങ്ങനെ ദുബായ് മാളിൻ്റെ സൈഡിലെ കവാടത്തിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ബുർജ് ഖലീഫേൻ്റെ താഴെ അല്ലെങ്കിൽ ബുർജ് ഖലീഫിനെ തൊട്ടടുത്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കുകയാണ്. ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒരു ഇട ദിവസവും കൂടി ആയിട്ട് കൂടി ഇത്രയും തിരക്കിലൂടെ നമ്മൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ബുർജ് ഖലീഫ അത് തൊട്ടടുത്ത് നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫിൻ്റെ താഴെ എത്തിയിട്ട് ഒരുപാട് ആദ്യമായിട്ട് ഏറ്റവും വലിയ ആഗ്രഹം കുഞ്ഞുനാളൊരു ആഗ്രഹമില്ല ദുബായ് മാൾ താഴെ. അതുകൊണ്ട് ദുബായ് മാൾ ബക്കറ്റ് എടുത്തിട്ട് വന്നത്. ഖലീഫിൻ്റെ താഴെ നമ്മൾ നടക്കുകയാണല്ലേ. അപ്പോൾ ഇത് നമ്മളൊരു ഫോട്ടോ സ്പോട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഉയരം കൂടിയ ബുർജ് ഖലീഫയുടെ ടോട്ടൽ ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ 829.8 മീറ്റർ, അതായത് ഏകദേശം 1 കിലോമീറ്ററിന് ഒരു 200 മീറ്റർ കുറവ്. അതാണ് ബുർജ് ഖലീഫിൻ്റെ നീളം. ബുർജ് ഖലീഫയുടെ താഴത്തുകൂടി ഒരു ബോട്ട് യാത്രയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങനെ ബുർജ് ഖലീഫയിലെ കാഴ്ചകളൊക്കെ കണ്ട് ആപ്പിൾ സ്റ്റോറിലേക്ക് പോവുകയാണ്. ദുബായ് മാളിലെ ആപ്പിളിൻ്റെ സ്റ്റോറും ആപ്പിൾ വാച്ചിൻ്റെ ഓരോ സ്റ്റാമ്പും ഈ ആപ്പിൾ സ്റ്റോറിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ആപ്പിൾ പ്രോഡക്റ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമസ്കാരം ഗൈസ്. ഏതെങ്കിലും വാങ്ങാൻ നമുക്ക് പ്ലാനൊന്നുമില്ല, ജസ്റ്റ് ഇതെല്ലാം കണ്ട് നമ്മൾ ഇതാക്കുന്നതല്ല. ഐഫോണിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി ആപ്പിളിൻ്റെ ഡെസ്ക്ടോപ്പ് സെക്ഷൻ നോക്കാം. എത്ര മനോഹരമായിട്ടാണല്ലേ ആപ്പിൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ മനോഹാരിതയ്ക്ക് പ്രീമിയം പ്രൈസിങ്ങും ഉണ്ട്. അപ്പം നിങ്ങളിൽ എത്ര പേര് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നു? അതോടൊപ്പം തന്നെ വിൻഡോസാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ അല്ലേ. ഒരുപാട് കസ്റ്റമൈസേഷനും അതോടൊപ്പം തന്നെ
യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വിൻഡോസ് ആണോ അതോ ആപ്പിളാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. ഏതായാലും എഡിറ്റിങ്ങിന് വളരെ പ്രയോജനമായിട്ടുള്ള മാക് സ്റ്റുഡിയോ അതാണ് ഈ കാണുന്ന ഈ കുഞ്ഞു പെട്ടി. അപ്പം വളരെ ഫാസ്റ്റായിട്ട് എഡിറ്റിംഗ് പർപ്പസും അതുപോലെ തന്നെ ഗ്രാഫിക് റെൻഡറിങ് എല്ലാം മാക് സ്റ്റുഡിയോയിൽ കാണും. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ പ്രീമിയം ആയിട്ടുള്ള ഡെസ്ക്ടോപ്പ്, അതിൻ്റെ ഡിസൈൻ തന്നെ ഉണ്ടല്ലേ എത്ര മനോഹരമാണ്. അതിൻ്റെ വെൻറ്റിങ്, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള വെൻ്റൊക്കെ വളരെ രസകരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. M2 അൾട്രാ ചിപ്പുള്ള മാക് പ്രോവിൻ്റെ പ്രൈസ് ഉണ്ടല്ലേ 28,999. അതായത് നാട്ടിലെ പൈസ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 6,66,000 രൂപയാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ വില. ഈ കാണുന്നത് ഐഫോണിൻ്റെ ആക്സസറീസാണ്. ഐഫോണിൻ്റെ ഒരു ഇയർഫോൺ ഞാൻ ജസ്റ്റ് നോക്കി, കാരണം ഹൈ ക്വാളിറ്റി ഇയർഫോൺസ് എത്രയാണ് പ്രൈസ് നമുക്ക് ജസ്റ്റ് നോക്കാം. നിരാശനായി മടങ്ങുകയാണ്. അങ്ങനെ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ആപ്പിളൊന്നും വാങ്ങാതെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇനി അല്പം ആപ്പിൾ ജ്യൂസ് കുടിച്ചാലെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വിശക്കെന്ന് പറഞ്ഞാൽ ഏതായാലും ഇവിടെ കഴിച്ചാൽ ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ. മാളിൻ്റെ ഉള്ളിലെ വെള്ളച്ചാട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇനി അതാണ് കാണാൻ പോകുന്നത്. ആർട്ടിഫിഷ്യലായിട്ടൊരു വെള്ളച്ചാട്ടം, അത് മാളിൻ്റെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുകയാണ്. വളരെ രസമുള്ള ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ കുറച്ച് സമയം ആ വെള്ളച്ചാട്ടത്തിന് അരികിൽ നിന്നു. നയാഗ്ര വാട്ടർഫാൾസിലൊക്കെ പോയ പോലെ ഒരു അനുഭവം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും വളരെ നല്ല രസമുള്ളൊരു കാഴ്ച. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനത്തിനും ബ്രാൻഡഡ് ആയിട്ടുള്ള ഓരോ ഷോപ്പുകൾ. അതാണ് ദുബായ് മാളിലെ പ്രത്യേകത. കിടക്കയ്ക്ക് അതുപോലെ തന്നെ വീട്ടു സാധനങ്ങൾ എന്ന് വേണ്ട നമ്മൾ എന്ത് വേണോ അതെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. ദുബായ് മാളിലെ കാഴ്ചകളും അനുഭവങ്ങളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ദുബായ് മാളിൽ ഞങ്ങൾ അനുഭവിച്ച ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇനി അടുത്ത വീഡിയോയിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് ചാലഞ്ചുകൾ നമ്മൾ ഇവിടെ ദുബായ് മാളിൽ വെച്ച് കാഴ്ചവെച്ചു. അപ്പം അതൊക്കെ ഇനി വരാൻ പോകുന്ന വീഡിയോയിലുണ്ട്. വീഡിയോയ്ക്ക് നീളം കൂടുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താത്തത്. നമ്മളേതായാലും ഫുഡ് കോർട്ടിലെ രസകരമായിട്ടുള്ള കാഴ്ചകളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാലഞ്ചസൊക്കെ ഇനി അടുത്ത വീഡിയോയിലുണ്ട്. അപ്പം പുതിയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.